Hello my dear friends, welcome to SciPro. നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ സിലബസ് നോക്കാം. ആർക്കൊക്കെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം? നിങ്ങൾക്ക് MSc വേണം. MSc ലൈഫ് സയൻസ് ആകാം, അതായത് ബോട്ടണിയോ സുവോളജിയോ ബയോടെക്നോളജിയോ ബയോകെമിസ്ട്രിയോ അങ്ങനെ ലൈഫ് സയൻസിൽ വരുന്ന ഏരിയ ഇഷ്ടംപോലെ ഉണ്ട്. മോളിക്കുലാർ ബയോളജിയോ മോളിക്കുലാർ ജെനറ്റിക്സോ ബയോ ഇൻഫോർമാറ്റിക്സോ ബയോഫിസിക്സോ MSc ഏതും ലൈഫ് സയൻസിൽ വരുന്ന പല പല കാറ്റഗറി ഉണ്ടല്ലോ, എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ MSc കെമിസ്ട്രിക്കാർക്ക് അപ്ലൈ ചെയ്യാം, MSc മൈക്രോബയോളജിക്ക് അപ്ലൈ ചെയ്യാം, പിന്നെ MSc എൻവയോൺമെൻറ്റൽ സയൻസുകാർക്കും. ഓക്കെ, എൻവയോൺമെൻറ്റായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡീസൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് എൻവയോൺമെൻറ്റൽ സയൻസും അതുപോലെ തന്നെ അതിൻ്റെ കുറേ വേരിയേഷനൊക്കെ ഉണ്ടാവും എൻവയോൺമെൻറ്റൽ സയൻസ്. അപ്പോൾ ഈ 4 ആളുകൾക്കും അപ്ലൈ ചെയ്യാം. എൻവയോൺമെൻറ്റൽ സയൻസ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോടെക്നോളജി, മൈക്രോബയോളജി, പിന്നെ വരുന്ന ആളുകളാണ് ലൈഫ് സയൻസ്. അതായത് അതിലെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അതായത് മനസ്സിലാവുന്നുണ്ടല്ലോ. ബോട്ടണിക്കാർക്കും സുവോളജിക്കാർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. ലൈഫ് സയൻസിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയ പഠിച്ച ആളുകൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഒരു വലിയ സിലബസാണ്. നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലേ നന്നായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് 2 മാസമോ 3 മാസമോ ഒക്കെ കിട്ടുള്ളൂ പഠിക്കാനായിട്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ഇത്രയും വാസ്റ്റായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റില്ല. അതായത് 4 സബ്ജക്റ്റിൻ്റെ MScക്കാർ എന്തൊക്കെ പഠിക്കാറുണ്ട് അതെല്ലാം കമ്പൈനായിട്ട് പഠിക്കേണ്ടി വരും. കുറേയൊക്കെ അങ്ങനെ തന്നെ. കെമിസ്ട്രിയിൽ അത്രയും ഇല്ല. ഓക്കെ, ബാക്കി സബ്ജക്റ്റിലൊക്കെ നമുക്ക് ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. നമുക്കപ്പോൾ ആദ്യം മൈക്രോബയോളജിയുടെ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സിലബസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഈ സിലബസ് കാണാമല്ലോ. ഈ സിലബസ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മൈക്രോബയോളജി തന്നെ ബയോടെക്നോളജിയുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ നമ്മുടെ ഇമ്മ്യൂണോളജിയും ബയോടെക്നോളജിയുടെ ഒപ്പമാണ് വരുന്നത്. അങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സപ്പായിട്ടാണ് കിടക്കുന്നത്. ഒരിടത്ത് കാണുന്ന ആളുകളെ അപ്പുറത്തും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സിലബസ് കണ്ട് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, പഠിച്ചു തുടങ്ങുക. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനൊന്നുമില്ലാതെ നന്നായിട്ട് എക്സാമിനേഷൻ എഴുതി നിങ്ങൾക്ക് നല്ലൊരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ PhD ഒന്നും വേണ്ട, സയൻറ്റിസ്റ്റായിട്ട് കയറാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് PhD പോസ്റ്റ് ഡോഗ് ഇഷ്ടംപോലെ പബ്ലിക്കേഷൻസും കാര്യങ്ങളും പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യണ അങ്ങനെ അതിൻ്റെ ഹെഡ് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് സയൻറ്റിസ്റ്റ് ആകാൻ പറ്റുള്ളൂ. ഇത് ഈസി ആയിട്ട് PSCയുടെ ഒരു ചാൻസാണ്. അപ്പോൾ നമുക്ക് 2022 നേരത്തെ വിളിച്ചിരുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. നിങ്ങൾ പഠിച്ചു തുടങ്ങുക, നേരത്തെ പഠിച്ചു തുടങ്ങുക. SciProയിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിലബസ് നോക്കാം. ആദ്യം നമുക്ക് മൈക്രോബയോളജിയുടെ നോക്കാം. മൈക്രോബയോളജിയിൽ 25 മാർക്കാണ് വരുന്നത്. ഓക്കെ, 25 മാർക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 25 മാത്രമല്ല, കുറച്ചും കൂടി അപ്പുറത്തും കിടപ്പുണ്ട്. ബയോടെക്നോളജിയിലും മൈക്രോബയോളജി കിടപ്പുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 25 മാർക്ക് എങ്ങനെ മേടിച്ചെടുക്കാം എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഈ 25 മാർക്ക് എന്തൊക്കെ പഠിച്ചാൽ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ വരുന്നത് ടെക്നിക്സ് ഇൻ മൈക്രോബയോളജി. ഏതൊക്കെയാണ് വരുന്നത്? നമ്മുടെ മൈക്രോസ്കോപ്പ് ഈസി ആയിട്ട് പഠിക്കാം. നമ്മളെപ്പോഴും പഠിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കുറച്ച് യൂസസ് എന്തൊക്കെ വരും, അതിൽ ഡീപ്പായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്, അല്ലേ? അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഓരോ ഇൻസ്ട്രുമെൻറ്റും എങ്ങനെയൊക്കെയാണ്, അതിൽ ഓരോ ഇമേജും എന്തിനായിരിക്കും നമ്മൾ ഓരോന്നും ഉപയോഗിക്കുന്നത്, ആ രീതിയിൽ വേണം നമ്മളെപ്പോഴും പഠിക്കാനായിട്ട്. അതായത് ടെക്നിക്സ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് എങ്ങനെയാണ് ആ രീതിയിൽ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും നമ്മളിത് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇതെനിക്കറിയാം, പക്ഷേ ആ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പഠിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ, അതിൻ്റെ ഏതാണ് ആ ഇൻസ്ട്രുമെൻറ്റ്, അത് നിങ്ങൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അത്രത്തോളം എഫിഷ്യൻ്റായിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് ഓരോ ടെക്നിക്സും. ഓക്കെ,
മൈക്രോസ്കോപ്പി ടെക്നിക്സിൽ എന്തൊക്കെ നമുക്ക് പഠിക്കണം? ലൈറ്റ് മൈക്രോസ്കോപ്പി. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ പ്രിൻസിപ്പിളും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിക്കണം. പിന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പി, കോൺഫോക്കൽ മൈക്രോസ്കോപ്പി, അതിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ പഠിക്കുക. ഇത്രയാണ് നമുക്ക് മൈക്രോസ്കോപ്പി ടെക്നിക്സ് വരുന്നത്. അപ്പം നമ്മൾ ചോദിക്കും ഇത്രയും പഠിച്ചാൽ മതിയോ? ഇനിയും പലതരത്തിലുള്ള മൈക്രോസ്കോപ്സ് ഉണ്ട്, അതും കൂടി നമ്മൾ പഠിക്കണം. എപ്പോഴും സിലബസിൽ നമ്മൾ ചിലപ്പോൾ കാണാത്ത ഏരിയയും മൈക്രോസ്കോപ്പ് തന്നെയാണ് അല്ലേ, അത് നമ്മൾ ഇതിലില്ലാത്തതും കൂടി നമ്മൾ പഠിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ സിലബസിൻ്റെ ലാസ്റ്റ് ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അത് നോക്കിയോ. എല്ലാവർക്കും എപ്പോഴും സിലബസിലുള്ളത് തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഇല്ലാത്തത് എന്തിനാണ് പഠിക്കണേന്നൊക്കെ ചോദിക്കും അല്ലേ. പക്ഷേ നമുക്ക് എന്തും നമ്മളോട് ചോദിക്കാം. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഏരിയ കുറച്ച് പഠിച്ചിട്ട് കാര്യമില്ല. പഠിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഡീപ്പായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാനായിട്ട്. അല്ലാതെ പഠിച്ചോന്ന് ചോദിച്ചാൽ പഠിച്ചു, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള അവസ്ഥയാവരുത്. നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ എഴുതാൻ പറ്റണം. ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. മൈക്രോസ്കോപ്പ് എല്ലാം തന്നെ പഠിക്കണം. നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് യൂസ് ചെയ്യണത് ഏതൊക്കെയാണ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പഠിക്കണം. ഇനി സ്റ്റെയിനിങ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ സ്റ്റെയിനിങ് പഠിക്കുമ്പോഴത്തേക്കും എന്തിനാണ് നമ്മൾ സ്റ്റെയിൻ ചെയ്യുന്നത്, ഏതൊക്കെ സ്റ്റെയിനിങ് മെത്തേഡ് ഉണ്ട്, ഏതൊക്കെ നമ്മുടെ ബാക്ടീരിയ ആണെങ്കിൽ അതിൻ്റെ ഓർഗനൽസ് സ്റ്റെയിൻ ചെയ്യാനായിട്ട് അല്ലേ, ഏതൊക്കെ സ്റ്റെയിനാണ് യൂസ് ചെയ്യുന്നത്, പ്രൈമറി സ്റ്റെയിൻ ഏതാണ്, കൗണ്ടർ സ്റ്റെയിൻ ഏതാണ്, പിന്നെ നമ്മുടെ ഇഷ്ടംപോലെ നമ്മുടെ മൈക്രോബ്സ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും നമ്മൾ ചില സ്പെഷ്യൽ ആളുകളുണ്ടാവും അല്ലേ. അപ്പോൾ അതിന് ഏതൊക്കെ സ്റ്റെയിനിങ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതുകൂടാതെ തന്നെ നമ്മൾ ലിപ്പിഡിന് ഏത് യൂസ് ചെയ്യും, പിന്നെ നമ്മൾ കുറച്ച് ഫ്ലൂറോക്രോമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, DNA-ക്കൊക്കെ. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ പോയിൻ്റൊക്കെ ഇവിടെയും പഠിക്കേണ്ടി വരും. ഓക്കെ, എൻഡോസ്പോർ സ്റ്റെയിനിങ് അതൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ നമ്മൾ സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ ടെക്നിക്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കപ്പോഴും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. നമ്മൾ ഇപ്പോൾ സ്റ്റെറിലൈസേഷനൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഹോസ്പിറ്റൽസൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് അവിടെ എന്തൊക്കെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് കുറേ കെമിക്കൽസ് ഉണ്ട്. അത് ഇപ്പോൾ ഹോസ്പിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ എൻഡോസ്കോപ്പൊക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ ഏതൊക്കെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യണത്. അവിടെയാണെങ്കിൽ എന്താ, നമ്മുടെ ഓട്ടോക്ലേവ് പോലെയല്ല, പെട്ടെന്ന് എല്ലാം ക്ലീനായിട്ട് കിട്ടണം അല്ലേ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ETOയും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അത് എത്ര പെർസെൻറ്റേജാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കോൺസെൻട്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ ഫിസിക്കൽ മെത്തേഡ്സ് അല്ലേ, ഹീറ്റ്, റേഡിയേഷൻ, ഫിൽട്രേഷനൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ എന്നുള്ള ഏരിയയിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ പ്രോബ്ലംസും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് മിക്കപ്പോഴും ഒരു 2-3 പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള ഒരു ക്വസ്റ്റ്യൻസൊക്കെ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ASന് നമുക്ക് വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ PSCയുടെ പറഞ്ഞു നോക്കുവാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ASനേക്കാളും കുറച്ചും കൂടി ടഫായിരിക്കും ഈ വരുന്ന ASൻ്റെ എക്സാമിനേഷൻ. കാരണം എന്താണ്, നേരത്തെ എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും PSCയിൽ അത്രത്തോളം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അല്ലേ. ഇപ്പോൾ എന്ന് പറയുന്നത് എന്താ, PSC കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസും കുറച്ചും കൂടി നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് വേണം നമ്മൾ പഠിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ASനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഉണ്ടാവും. ഇനി അടുത്തത് സ്പെക്ട്രോഫോട്ടോമെട്രി ആൻഡ് കലോറിമെട്രി. ഓക്കെ, ഇത് ഇഷ്ടംപോലെ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റൽ സയൻസിലും ഇതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സ്പെക്ട്രോസ്കോപ്പി, മാസ് സ്പെക്ട്രോസ്കോപ്പിയൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. NMR ഒക്കെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ, നമ്മുടെ ASൻ്റെ തന്നെ എൻവയോൺമെൻറ്റ് സയൻസ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒറ്റ എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങളോർക്ക് എൻവയോൺമെൻറ്റ് സയൻസിന് വേറെ സിലബസ് ആണോ? അല്ല, നമുക്ക് 4 ടോപ്പിക്ക് പറഞ്ഞില്ലേ ഞാൻ, ഏതൊക്കെയാണ്, മൈക്രോബയോളജി, ബയോടെക്നോളജി, കെമിസ്ട്രി, എൻവയോൺമെൻറ്റൽ സയൻസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അവർ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടേ ഉള്ളൂ അല്ലേ, സ്പെക്ട്രോഫോട്ടോമെട്രി ആൻഡ് കലോറിമെട്രി. പക്ഷെ നമ്മൾ ഇതിൽ ഓരോരുത്തരെയും പഠിക്കേണ്ടി വരും.
ഓക്കെ, NMR പഠിക്കേണ്ടി വരും, MS പഠിക്കേണ്ടി വരും. അങ്ങനെ ഓരോ ആൾക്കാരെയും IR, അതുപോലെ തന്നെ നമ്മുടെ UV വേസ്, അങ്ങനെ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. സ്പെക്ട്രോഫോട്ടോമെട്രിയുടെ നമുക്ക് പ്രോബ്ലംസും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കഴിഞ്ഞ വർഷം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു സ്പെക്ട്രോഫോട്ടോമെട്രിയിൽ നിന്ന്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് പഠിക്കാനായിട്ട്. ഇനി അടുത്തൊരു വലിയ ആളാണ് ക്രൊമാറ്റോഗ്രഫിക് ടെക്നിക്സ്. അപ്പോൾ ഇതിലും നമുക്ക് ഇഷ്ടം പോലെയുണ്ട്. എന്തൊക്കെയാണ്? അഡ്സോർപ്ഷനിൽ വരുന്ന കുറേ ആൾക്കാരുണ്ട്, പാർട്ടീഷനിൽ വരുന്ന ആളുകളുണ്ട്, പിന്നെ അയൺ എക്സ്ചേഞ്ച് ഉണ്ട്, ജെൽ ഫിൽട്രേഷൻ ഉണ്ട്, HPLC ഉണ്ട്, FPLC ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് ക്രൊമാറ്റോഗ്രഫിയിൽ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് അല്ലേ, അതായത് പൊള്യൂട്ടൻ്റാണ്. അപ്പോൾ ഓരോ പൊള്യൂട്ടൻറ്റും നമ്മൾ ഏതൊക്കെ മെത്തേഡായിരിക്കും യൂസ് ചെയ്യുക, അതിൻ്റെ ഡിറ്റക്ഷൻ, ക്വാണ്ടിഫിക്കേഷൻ, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഏത് ടെക്നിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രൊമാറ്റോഗ്രഫി, സ്പെക്ട്രോഫോട്ടോമെട്രി എന്നൊക്കെ പറയുന്നത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് പല സെക്ഷനിൽ നമുക്ക് ഈ 4 സബ്ജക്റ്റിലും അതെല്ലാം കയറി വരുന്നുണ്ടാവും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് പഠിക്കണം. കെമിസ്ട്രിയിലും ഇതുണ്ട്. ഓക്കെ, കളറിമെട്രി ആൻഡ് സ്പെക്ട്രോഫോട്ടോമെട്രിക് മെത്തേഡ്, അതായത് UV വിസിബിൾ, IR, NMR, മാസ് സ്പെക്ട്രോസ്കോപ്പി. ഓക്കെ, ഇത് തന്നെ എവിടെയും പറഞ്ഞിട്ടുണ്ട്, എൻവയോൺമെൻറ്റ് സയൻസിലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കത് കൂടുതൽ പഠിക്കണം. ഓക്കെ, ബയോടെക്നോളജിയിലും ഉണ്ട് അല്ലേ, ബയോടെക്നോളജിയിലും കളറിമെട്രി ആൻഡ് സ്പെക്ട്രോഫോട്ടോമെട്രി ഉണ്ട്. അപ്പോൾ 4ലും ഈ ഒരു ഏരിയ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലെന്താ എല്ലാമേ പഠിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് മാർക്ക് എന്തായാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. 1, 2, 3 ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സ്പെക്ട്രോഫോട്ടോമെട്രി അതുപോലെ ഡീപ്പായിട്ട് പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെയാണ് ക്രൊമാറ്റോഗ്രഫിയും, എല്ലാത്തിലും ഉണ്ട്. നമ്മൾ പറഞ്ഞ കൂട്ട് തന്നെ ഡീപ്പായിട്ട് പഠിക്കണം. ഇനി ഇലക്ട്രോഫോററ്റിക് ടെക്നിക്സ്, നമ്മുടെ പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡിനൊക്കെ വേണ്ടി അല്ലേ, നമുക്ക് PCR ഒക്കെ പഠിക്കണം. പിന്നെ ഓരോ നമ്മൾ മൈക്രോബ്സിനെയൊക്കെ അനലൈസ് ചെയ്യണ കാര്യങ്ങളൊക്കെ പഠിക്കണം. ബയോടൈപ്പിംഗ്, സെറോടൈപ്പിംഗ്, പിന്നെ ആ ഒരു സീക്വൻസിങ്ങും ജീൻ എക്സ്പ്രഷൻ അനാലിസിസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇതും നമ്മുടെ 4ലും വരുന്നതായതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഏത്? നമ്മുടെ ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോസ്കോപ്പി ഉണ്ട്, സ്റ്റെയിനിങ് ഉണ്ട്, സ്റ്റെറിലൈസേഷൻ ഉണ്ട്. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഈ ഏരിയയിൽ? അപ്പോൾ മൈക്രോസ്കോപ്പി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സ്റ്റെയിനിങ്ങിൽ നിന്നും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പെക്ട്രോഫോട്ടോമെട്രി നമുക്ക് 4ലും ഉണ്ട്. അതുപോലെ തന്നെ ക്രൊമാറ്റോഗ്രഫി, ഇലക്ട്രോഫോററ്റിക് ടെക്നിക്സ് ഒക്കെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് ജനറൽ മൈക്രോബയോളജി ആൻഡ് മൈക്രോബിയൽ ഫിസിയോളജി. മൈക്രോബിയൽ ഫിസിയോളജി എന്നുള്ള ഒറ്റ വാക്കിൽ തന്നെ ഇഷ്ടംപോലെ ടോപ്പിക്ക് അതിൽ കിടപ്പുണ്ട്, ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് നമുക്ക് പറയാം. മൈക്രോബിയൽ ഫിസിയോളജി അതിലെന്തൊക്കെയാണ്? നമുക്ക് ബേസിക് ആയിട്ടുള്ള കമ്പാരിസൺ സ്റ്റഡീസൊക്കെ ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ ബാക്ടീരിയ എന്താണ്, യൂക്യാരിയോട്ട് എന്താണ്, ആർക്കിയ എന്താണ്, അങ്ങനെയൊക്കെ പഠിക്കണം. അവരുടെ ഡിഫറൻസ് പഠിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ആ ഒരു ബാക്ടീരിയയുടെ ഡിഫറെൻറ്റ് ഫോംസ്, അവരുടെ അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈസ്റ്റ് എന്താണ്, മോൾഡ് എന്താണ്, വൈറസ് എന്താണ്, ബാക്ടീരിയോഫേജ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ആക്ടിനോമൈസെറ്റിനെയൊക്കെ പറ്റി പഠിക്കണം. ഓക്കെ, അതാണ് ജനറൽ മൈക്രോബയോളജിയിൽ ആദ്യത്തെ വരുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ ബാക്ടീരിയയുടെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെപ്റ്റിഡോഗ്ലൈക്കനും കാര്യങ്ങളും എന്താണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അത് മനസ്സിലായാൽ മാത്രമേ നമുക്ക് സ്റ്റെയിനിങ് എന്താണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്ന ഒരു വലിയ ഏരിയ ഉണ്ട്. നമുക്കിപ്പോൾ റീസെൻ്റായിട്ട് ഇഷ്ടം പോലെ റിസർച്ചും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് എഫക്റ്റ്? ഓക്കെ, നമ്മുടെ മൈക്രോബിയൽ സെൽസിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം. പിന്നെ അതിൻ്റെ എഫക്റ്റ് അല്ലേ, പിന്നെ നമ്മുടെ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്താണെന്ന് പഠിക്കണം. പിന്നെ എങ്ങനെയാണ് നമ്മൾ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യണത്, നമ്മുടെ ഡിഫ്യൂഷൻ, അതുപോലെ തന്നെ നമ്മുടെ MIC വാല്യൂ, അതുപോലെ തന്നെ നമ്മുടെ ഡൈല്യൂഷൻ മെത്തേഡ്സ് ഒക്കെ ഉണ്ടല്ലോ, MIC വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചോളണം. ഓക്കെ, പിന്നെ നമ്മൾ ബാക്ടീരിയയുടെ സ്ട്രക്ചറിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇൻക്ലൂഷൻ ബോഡീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടില്ല അല്ലേ, ഇൻക്ലൂഷൻ ബോഡീസ്. പിന്നെ എന്താ പഠിക്കാനുള്ളത്? ഇൻക്ലൂഷൻ ബോഡീസ് അല്ലാതെ പിന്നെ അവരുടെ ഫ്ലജല്ലേനെ പറ്റി പഠിക്കാനുണ്ട്, പ്ലാസ്മ മെമ്പറൈനെ പറ്റി പഠിക്കാനുണ്ട്,
പ്ലാസ്മിഡിനെ പറ്റി പഠിക്കാനുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ബാക്ടീരിയയിൽ എന്തൊക്കെയാണ് ഉള്ളത് അല്ലേ, നമ്മുടെ ക്യാപ്സ്യൂളും കാര്യങ്ങളും എല്ലാം പഠിക്കണം. പിന്നെ എൻഡോസ്പോർ പഠിക്കണം, അതിൻ്റെ സ്ട്രക്ചറും ഫോർമേഷനും സ്റ്റേജസ് ഓഫ് സ്പോറിലേഷനും ഒക്കെ. അപ്പോൾ എൻഡോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ഏതൊക്കെയാണ്, ഇനി ഏതൊക്കെ ആർക്കിയ എൻഡോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ എൻഡോസ്പോർ പഠിക്കുമ്പോഴത്തേക്കും ഓക്കെ നമ്മൾ നേരത്തെ സ്റ്റെറിലൈസേഷൻ പഠിച്ചു. അപ്പോൾ നമ്മൾ ഏതൊക്കെ സ്റ്റെറിലൈസിങ് ഏജൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻഡോസ്പോറിനെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതൊക്കെ ഏതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. ഫിസിക്കൽ സ്റ്റെറിലൈസേഷന് ഏതൊക്കെ പറ്റും എൻഡോസ്പോറിനെ ഡിസ്ട്രോയ് ചെയ്യാൻ, ഇനി ഏതൊക്കെ കെമിക്കൽസിന് പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചോളണം. ഓക്കെ, ഇനി അടുത്തത് എഫക്റ്റ് ഓഫ് വേരിയസ് പാരാമീറ്റേഴ്സ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഓൺ മൈക്രോബിയൽ ഗ്രോത്ത്. ഓക്കെ, അത് പഠിക്കുക, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ സൈക്രോഫൈൽസ് എന്താണ്, തെർമോഫൈൽസ് എന്തൊക്കെയാണ്, അവരുടെ എക്സാമ്പിൾസ്. നമുക്ക് ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ എപ്പോഴും നമുക്ക് ഓരോരോ ആൾക്കാർ മൈക്രോബയോളജിക്ക് നമുക്ക് ഇച്ചിരി ഡീപ്പായിട്ട് പഠിക്കാൻ തന്നെ ഉണ്ട്. കാരണം എന്താ, നമുക്ക് ഓരോ ആൾക്കാരെയും പഠിക്കാനുണ്ട്. നമ്മുടെ ഈ പൊള്യൂട്ടൻ്റായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത ആൾക്കാരെയൊക്കെ പഠിക്കാനുണ്ട്. നമുക്ക് ചിലപ്പോൾ സൾഫർ ഓക്സിഡൈസിങ് ബാക്ടീരിയ ഏതാണ്, സൾഫർ റെഡ്യൂസിങ് ബാക്ടീരിയ ഏതാണ്, ഇപ്പോൾ കീമോലിത്തോട്രോപ്പ് ഏതൊക്കെയാണ്, കീമോ ഓർഗാനോ ഹെറ്ററോട്രോപ്സ് ഏതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന എല്ലാ ബാക്ടീരിയയുടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അവരെന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ്, അതെല്ലാം നോക്കിക്കൊള്ളണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു രീതിയിൽ പഠിക്കും, വേറെ രീതിയിൽ നമ്മൾ റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്തു പൊക്കോളണം. ഓക്കെ, അതുപോലെ തന്നെ ഓക്സിജൻ pH ഒക്കെ അനുസരിച്ച് എന്താണ്, നമുക്ക് എനേറോബ് ഉണ്ട്, എയറോബ്സ് ഉണ്ട്, ഫാക്കൾട്ടേറ്റീവ് എനേറോബ്സ് ഉണ്ട്, മൈക്രോ എയറോഫിൽസ് ഉണ്ട്, അവരുടെ എക്സാമ്പിൾസ് ഒക്കെ അല്ലേ. ഇപ്പോൾ നമുക്ക് പറയാം കെമ്പൈലോബാക്ടർ ഒക്കെ ഇതിലാണ് വരുന്നത്, ഈക്കോള ഏതിലാണ് വരുന്നത്, സാൽമണല്ല ഏതിലാണ് വരുന്നത്. അപ്പോൾ അവരുടെ കാറ്റഗറി ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം പഠിച്ചോളണം. പിന്നെ അസിഡോഫൈൽസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതെപ്പോഴും ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടുമുണ്ട്. ഇനി ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് ഓഫ് ബാക്ടീരിയ. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് കൾച്ചർ മീഡിയനെ പറ്റി പഠിക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ ബാക്ടീരിയക്കും എന്തൊക്കെ റിക്വയർമെൻ്റ് ഉണ്ട്, അവർക്ക് വളരണമെങ്കിൽ എന്തൊക്കെ റിക്വയർമെൻ്റ് ഉണ്ട്. പിന്നെ മോഡ് ഓഫ് ബാക്ടീരിയൽ ന്യൂട്രീഷൻ, ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻ ബൈ ബാക്ടീരിയ, നമ്മുടെ സൊല്യൂട്ട് ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ, അതിന് എന്തൊക്കെ മെക്കാനിസംസാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഡീപ്പായിട്ട് പോകാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ നമ്മുടെ സോളിഡ് ആൻഡ് ലിക്വിഡ് മീഡിയ, അപ്പോൾ ഇതിൽ നിന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. കൾച്ചർ മീഡിയ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതുണ്ട്, പിന്നെ കുറച്ചും കൂടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടം പോലെ മീഡിയ ഉണ്ട് അല്ലേ. ഇപ്പോൾ ഷിജല്ല ആണെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്, സാൽമണലൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എൻറിച്ച്മെൻറ്റ് മീഡിയ എന്താണ്, അതുപോലെ എൻറിച്ച്ഡ് മീഡിയ എന്താണ്, ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അതുപോലെ തന്നെ ലെജിയോണലിലൊക്കെ ഏതാണ് നമ്മൾ മീഡിയം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോരോ ആളുകളെയും പഠിക്കാനുണ്ട്. ലെജിയോണലിലൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കൾച്ചറിങ് മെത്തേഡ്സ്, സ്ട്രീക്ക് പ്ലേറ്റ്, സ്പ്രെഡ് പ്ലേറ്റ്, പോർ പ്ലേറ്റ്, അതൊക്കെ നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതെല്ലാം പഠിച്ചോളണം. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ലാബിൽ, ആ രീതിയിൽ പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഏത് സബ്ജക്റ്റുകാരാവട്ടെ, മൈക്രോബയോളജി പഠിച്ച ആളുകളായിരിക്കണം എന്നില്ല അല്ലേ. ഇപ്പോൾ ബോട്ടണി സുവോളജി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി മൈക്രോബയോളജിയൊക്കെ കുറേശ്ശെ പഠിക്കുന്നുണ്ടാകും, എൻവയോൺമെൻറ്റ് സയൻസ് കാര്യം കുറേശ്ശെയൊക്കെ പഠിക്കുന്നുണ്ടാകും, ബയോടെക്നോളജിക്കാർ അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിക്കാനുണ്ടാവും ഈ സബ്ജക്റ്റ് അല്ലേ. ചിലപ്പോൾ നമ്മുടെ കെമിസ്ട്രിക്കാർക്ക് ഒട്ടുമേ അറിയില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ചെറിയ രീതിയിലേ പഠിപ്പിച്ചെടുക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു ചാൻസ് കിട്ടുമ്പോഴത്തേക്കും പഠിക്കാതിരിക്കരുത്. അപ്പോൾ ലൈഫ് സയൻസുകാർക്ക് മിക്കവാറും നമ്മൾ പറയുക ചാൻസ് കുറവാണ്, നമുക്ക് ഈ വർഷവും അധികമൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വരാനുള്ള ഒരു ചാൻസ് കളയരുത്, നന്നായിട്ട് പഠിക്കുക. പിന്നെ കൾട്ടിവേഷൻ ഓഫ് എയറോബിക് ആൻഡ് അനേറോബിക് ബാക്ടീരിയ, അതിൽ ഈ അനേറോബിക് ആൾക്കാരുടെ കൾട്ടിവേഷൻ അത് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൾച്ചർ പ്രിസർവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകൾ, ഗ്രോത്ത് കർവ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ മൈക്രോബിയൽ ഗ്രോത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, ഏത് ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ അവിടെ പ്രോബ്ലംസൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ വൈറൽ ഗ്രോത്ത്,
അത് ലൈറ്റിക്, ലൈസോജനിക്, എല്ലാവർക്കും പഠിക്കാനൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് എപ്പോഴും വൈറസ് കൾട്ടിവേഷനൊക്കെ. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. വൈറൽ ആൻഡ് ബാക്ടീരിയോഫേജ്, പിന്നെ നമുക്ക് ഓരോരോ വൈറസിനെയൊക്കെ പഠിച്ചിട്ട് അവരായിട്ട് റിലേറ്റ് ചെയ്ത ഡിസീസൊക്കെ പഠിക്കാറുണ്ട്. പിന്നെ ബാക്ടീരിയൽ മെറ്റബോളിസം. ഓക്കെ, ഇത് നേരത്തെ നമ്മുടെ PSC ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യനൊന്നും ചോദിക്കാറില്ല. പക്ഷേ റീസെൻ്റായിട്ട് മെറ്റബോളിസം എന്നുള്ളൊരു ഏരിയ PSCക്ക് ഇഷ്ടമാണ്. അതിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യനും വരുന്നുണ്ട്. ഇപ്പോൾ ബാക്ടീരിയൽ മെറ്റബോളിസം എന്നുള്ള ഒരു ഒറ്റ ഏരിയയിൽ എന്തൊക്കെ വരും? നമുക്ക് ലിപ്പിഡിൻ്റെ കാറ്റബോളിസവും അനബോളിസവും പഠിക്കണം, അല്ലേ? എങ്ങനെയാണ് സിന്തസിസ്, എങ്ങനെയാണ് അതിൻ്റെ ബ്രേക്ക് ഡൗൺ. അതുപോലെ തന്നെ അമിനോ ആസിഡ് സിന്തസിസ് എങ്ങനെയാണ്, അതിൻ്റെ ബ്രേക്ക് ഡൗൺ എങ്ങനെയാണ്, അല്ലേ? ഇപ്പോൾ നൈട്രജൻ അസിമിലേഷൻ, നൈട്രജൻ ഫിക്സേഷനൊക്കെ ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. നൈട്രജൻ ഫിക്സേഷൻ അല്ലാതെയും നമുക്ക് പഠിക്കണം, എന്നാലും ഈ ഒരു ഏരിയയിൽ അങ്ങനെ അമിനോ ആസിഡിൻ്റെ പഠിക്കണം, ലിപ്പിഡിൻ്റെ പഠിക്കണം, കാർബോഹൈഡ്രേറ്റിൻ്റെ തന്നെ പല പല സൈക്കിൾസ് ഉണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കാണില്ല. ഇപ്പോൾ നമ്മുടെ TCA, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, പിന്നെ ഗ്ലൈക്കോളൈസിസ്, ഗ്ലൂക്കോനിയോജനസിസ്, അങ്ങനെ ഇതെല്ലാം എന്താണ് ബാക്ടീരിയൽ മെറ്റബോളിസത്തിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എല്ലാം വേണ്ട, അല്ലേ? ഇപ്പോൾ നമുക്ക് നമ്മളൊന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ നമ്മൾ ബാക്ടീരിയ ആയിട്ട് റിലേറ്റ് ചെയ്ത്, ഇപ്പോൾ നമ്മുടെ ലിപ്പിഡൊക്കെ ആണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്, അല്ലേ? അമിനോ ആസിഡൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്കാണെങ്കിൽ എസെൻഷ്യൽ അമിനോ ആസിഡ് ഉണ്ട്, ഇവർക്ക് അങ്ങനെയില്ല, അല്ലേ? ഇപ്പോൾ നമുക്ക് ട്രിപ്റ്റോഫാനൊക്കെ ആണെങ്കിൽ നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്നില്ല, പക്ഷേ അവരുടെയിൽ അതും കൂടി നമ്മൾ പഠിക്കണം. ഓക്കെ, അവരതൊക്കെ സിന്തസൈസ് ചെയ്യേണ്ട. അപ്പോൾ എങ്ങനെയാണ്, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് പഠിക്കാനായിട്ട്. ഓക്കെ, പിന്നെ എനർജി ജനറേഷൻ, ATP, ഓരോ സൈക്കിളിലും എത്രത്തോളം ATP ജനറേറ്റ് ചെയ്യുന്നുണ്ട്, NADH+H+ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഓരോന്നിൻ്റെയും ATP വാല്യൂ എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ഓക്കെ, പിന്നെ ഫെർമെൻറ്റേഷൻ, ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പഠിക്കണം. പിന്നെ മൈക്രോബിയൽ ജെനറ്റിക്സ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. എന്തൊക്കെയാണ് അതിൽ വരുന്നുണ്ട്? നമുക്ക് DNA റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, പ്ലാസ്മിഡ്, ജനറ്റിക് റീകോമ്പിനേഷൻ, പിന്നെ നമ്മുടെ കോൺജുഗേഷൻ, ട്രാൻസ്ഡക്ഷൻ, ട്രാൻസ്ഫോർമേഷനൊക്കെ മൈക്രോബിയൽ ജെനറ്റിക്സിൽ വരുന്നൊരു ഏരിയ ആണ്. അത് നന്നായിട്ട് പഠിക്കണം. ഇനി അടുത്തത് എൻവയോൺമെൻറ്റൽ മൈക്രോബയോളജി. ഇത് എൻവയോൺമെൻറ്റൽ സയൻസിലും കൂടി വരുന്ന ഒരു ഏരിയ ആണ്. എന്തൊക്കെയാണ്? സോയിൽ മൈക്രോബയോളജി, മൈക്രോബിയൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സോയിൽ മൈക്രോബ്സ്, ഏതൊക്കെ ഫൈലോ ആണ് സോയിലിൽ കൂടുതലുള്ളത്, ഫംഗസ് ഒക്കെ ആണെങ്കിൽ ഏതൊക്കെയാണ് ഉള്ളത്, വൈറസ് ഏതൊക്കെയാണ് ഉള്ളത്, നമ്മുടെ ബാക്ടീരിയ ഏതൊക്കെയാണ് ഉള്ളത്, പിന്നെ നമ്മൾ സോയിൽ സാമ്പിൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് എടുക്കുന്നത്, അതിൽ നിന്ന് എന്തൊക്കെ നമ്മൾ അനലൈസ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫുള്ള് സോയിൽ മൈക്രോബയോളജിയിൽ പഠിക്കും. പിന്നെ അക്വാട്ടിക് മൈക്രോബയോളജിയിലും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. നമ്മൾ എങ്ങനെ വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്യുന്നു തൊട്ട് അതിൻ്റെ ഫുൾ അനാലിസിസും നമ്മളിവിടെ പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ അക്വാട്ടിക് എൻവയോൺമെൻറ്റിൽ എന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ, അല്ലേ? അത് എങ്ങനെയാണ് പൊള്യൂട്ട് ആവുന്നത്, അതൊക്കെ വേറെ ഏരിയയിൽ നമ്മൾ പഠിക്കും, വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, പിന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദെയർ ഗ്രോത്ത് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അതായത് നമ്മൾ ഓരോ ലെയറിലും ഏതൊക്കെ മൈക്രോബ്സ് ആണ്, സർഫസിൽ ഏതാണ്, ബോട്ടമിൽ ഏതാണ്, അങ്ങനെയുള്ള, അതായത് വാട്ടറിൻ്റെ ബോട്ടം ലെയർ, സർഫസ് ലെയർ, അതൊക്കെ ഏത് മൈക്രോബ്സ് ആണ് കൂടുതൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദെയർ ഗ്രോത്ത്, വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഫോർ പബ്ലിക് വാട്ടർ സപ്ലൈയേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ കാര്യങ്ങളും, ഓരോ പൊള്യൂട്ടൻറ്റും എത്രത്തോളമാണ് വരേണ്ടത്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ്, നമ്മുടെ ഈക്കോളയൊക്കെ വരുമല്ലോ, അതിനെ പറ്റിയിട്ടുള്ള ഡീപ്പായിട്ടുള്ള കാര്യം പഠിക്കണം. അതെപ്പോഴും ചിലപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വരെ PCBയുടെ എക്സാമിനേഷന് വന്നിട്ടുണ്ട്. PCBയുടെ തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാമിനേഷന് അങ്ങനത്തെ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്, നമുക്കും ചിലപ്പോൾ വന്നുകൂടാന്നില്ല. ഓക്കെ, അത് പഠിക്കണം. പിന്നെ നമ്മൾ മൈക്രോബയോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് വാട്ടർ, പിന്നെ ഇവിടെ BOD എന്താണ്, COD എന്താണ്, നിങ്ങൾക്ക് അവിടെ ജോബിന് കയറിയാൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ BOD COD ഒക്കെയാണ്. അപ്പോൾ അതെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോളണം. പിന്നെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സ്റ്റെപ്പ്, അതിൻ്റെ മെത്തേഡ്സ്, യൂട്രോഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ആൽഗൽ ബ്ലൂം, പിന്നെ അതുപോലെ തന്നെ വാട്ടർ ബോൺ ഡിസീസ് ആൻഡ് ട്രാൻസ്മിഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് വൈറൽ ഡിസീസ് പഠിക്കണം, അല്ലേ? പിന്നെ അതുപോലെ തന്നെ ബാക്ടീരിയൽ ഡിസീസ് പഠിക്കണം. പിന്നെ നമ്മുടെ പ്രോട്ടോസോവൻ ഡിസീസ്, ഇപ്പം നമ്മുടെ നെഗ്ലേറിയൊക്കെ ഉണ്ടല്ലോ, അക്കാൻഡമീബ, അതെല്ലാം നമ്മൾ പഠിക്കണം. അതൊക്കെ ഇതിലിപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിലും നമ്മളത് പഠിക്കാൻ, അല്ലേ, റെസ്പോൺസിബിളാണ്.
ഇനി അടുത്തത് എയറോബയോളജി. എന്തൊക്കെയാണ് അറ്റ്മോസ്ഫറിക് ലെയേഴ്സ്, അത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓർഗാനിസംസ് ഇൻ എയർ, അത് കുറച്ചേ ഉള്ളൂ, അത് നമ്മൾ പഠിക്കണം. നമ്മൾ എയർ ബോൺ ഡിസീസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കണം. പിന്നെ നമ്മൾ എയർ സാമ്പിൾ അനാലിസിസ്, അതുപോലെ തന്നെ എയർ ക്വാളിറ്റി ഇൻഡെക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ എയർ, ഡിസീസ് ഫോർകാസ്റ്റിംഗ് ഇൻ പ്ലാന്റ്സ്, ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയായി, എയറോസോൾസ്, ഇൻഫെഷ്യസ് ഡസ്റ്റ്, പിന്നെ അതിൻ്റെ സാമ്പിളിങ്ങും, പിന്നെ എയർബോൺ ട്രാൻസ്മിഷൻ ഓഫ് ഹാംഫുൾ മൈക്രോബ്സ് ആൻഡ് എയർബോൺ ഇൻഫെക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. പിന്നെ അടുത്തൊരു ഏരിയയാണ് നമ്മുടെ ബയോജിയോ കെമിക്കൽ സൈക്കിൾ. അത് നമ്മൾ കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ എല്ലാം പഠിക്കണം. അതിൽ ഡീപ്പായിട്ട് ഓരോ സൈക്കിളിലും വരുന്ന മൈക്രോബ്സ്, അവരുടെ ഡ്യൂട്ടി, അത് നന്നായിട്ട് പഠിക്കണം. അത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് മിക്കപ്പോഴും വരും, അത് എപ്പോഴും നമ്മൾ തെറ്റിക്കാനും സാധ്യതയുള്ള ഒരു ഏരിയയാണ് മൈക്രോബ്സിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഓരോ സൈക്കിൾസും ബയോജിയോ കെമിക്കൽ സൈക്കിൾസിൽ വരുന്ന ആൾക്കാരെ പഠിക്കണം. ഇനി അടുത്തത് മൈക്രോബ് ഇൻട്രാക്ഷൻ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂച്വലിസം, സിനർജിസം, കമൻസാലിസം, കോമ്പറ്റീഷൻ, അമൻസാലിസം, പാരസിറ്റിസം, പ്രൊഡക്ഷൻ, നമ്മുടെ മൈക്രോറൈസേനെയൊക്കെ പറ്റി ഡീപ്പായിട്ട് ഇവിടെ പഠിക്കണം. ഇനി അടുത്തത് നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ടോപ്പിക്കാണ് എന്ത്, വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് സീനോബയോട്ടിക് മെറ്റബോളിസം. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോബ്സിൻ്റെ എക്സാമ്പിൾസ് പഠിക്കേണ്ടതാണ്. എങ്ങനെയാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് വരുന്നത്, ഏതൊക്കെ സോഴ്സസ് ഉണ്ട്, എന്തിന് നമ്മളിത് മാനേജ് ചെയ്യണം, ഏതൊക്കെ രീതിയുണ്ട് നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ, ലാൻഡ് ഫിൽ, കമ്പോസ്റ്റിംഗ്, വെർമി കമ്പോസ്റ്റിംഗ്. അപ്പോൾ ഇതിൽ വെർമി കമ്പോസ്റ്റിങ്ങിൽ നമ്മൾ ഏതൊക്കെയാണ്, നമ്മുടെ എർത്ത് വോം ഉണ്ടല്ലോ അതിൻ്റെ സ്പീഷീസ് ഏതൊക്കെയാണ്, ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു നേരത്തെ. അതുപോലെ തന്നെ എനേറോബിക് ഡൈജസ്റ്റേഴ്സ്, പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്. അപ്പോൾ അവിടെയും നമ്മുടെ കുറേ ബാക്ടീരിയ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നേരത്തെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബയോറിയാക്ടർ ഡിസൈൻ, ഏതൊക്കെ ബയോറിയാക്ടറാണ് യൂസ് ചെയ്യുന്നത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിന്, അനേറോബിക് ഡൈജസ്റ്റേഴ്സ്, എയറോബിക് റിയാക്റ്റൻറ്റ് ആൻഡ് മെംബ്രെയിൻ ബയോറിയാക്ടർ, ഇതൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് സീനോബയോട്ടിക് മെറ്റബോളിസം. അതിൽ നമുക്ക് പുതിയ പൊള്യൂട്ടൻസ്, ഇത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എൻവയോൺമെൻറ്റ് സയൻസുകാർക്ക് അത് ഈസി ആയിരിക്കും, ബാക്കിയുള്ളവർക്ക് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പെർസിസ്റ്റൻസ് ആൻഡ് ബയോമാഗ്നിഫിക്കേഷൻ, റീകാൽസിട്രൻറ്റ് ഹാലോ കാർബൺസ്, നൈട്രോ അരോമാറ്റിക് കോമ്പൗണ്ട്സ്, ആൽക്കൈൽ ബെൻസീൻ സൾഫോണേറ്റ്, അങ്ങനെ ഓരോരോ കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, പെട്രോളിയം ഹൈഡ്രോ കാർബൺസ്, ഇതെല്ലാം നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ മൈക്രോബിയൽ ഡീടോക്സിഫിക്കേഷൻ എങ്ങനെയാണ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സീനോബയോട്ടിക് കോമ്പൗണ്ട്സ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഇവരെങ്ങനെയാണ് നമ്മുടെ ലിവർ ഡീടോക്സിഫൈ ചെയ്യുന്നത്, അതും കൂടി നമ്മളിവിടെ പഠിക്കണം. നമുക്ക് phase 1 phase 2 റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ബയോ റെമഡിയേഷൻ ഓഫ് പൊള്യൂട്ടഡ് എൻവയോൺമെൻറ്റ്, അതായത് നമുക്കിപ്പോൾ ഒരു ഓയിൽ സ്പില്ലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഏതൊക്കെ മൈക്രോബാണ് ഉള്ളത്, ഏതൊക്കെ സയൻറ്റിസ്റ്റ് അവിടെ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ജനറ്റിക്കലി മോഡിഫൈഡ് മൈക്രോബ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബയോ റെമഡിയേഷനിൽ വരുന്നുണ്ട്, അതെല്ലാം പഠിച്ചോളാം. ഹെവി മെറ്റൽസ്, ഓയിൽ സ്പിൽസ്, ഹെവി മെറ്റൽസ് ആൻഡ് അതർ സീനോബയോട്ടിക്സ്. ഓക്കെ, മൈക്രോബിയൽ ലീച്ചിങ് ആൻഡ് കൊറോഷൻ ഓഫ് മെറ്റൽസ്, ഈ ഏരിയ ഒക്കെ കുറേശ്ശേ ഉള്ളൂ, പക്ഷേ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരും. അപ്പോൾ നമുക്കത് കുറച്ച് നന്നായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അടുത്തത് മൈക്രോബിയൽ ബയോസെൻസർ, അതായത് പൊള്യൂട്ടൻസിനെയും അതിൻ്റെ മെറ്റബോളിസും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് പല രീതിയിലുള്ള മൈക്രോബിയൽ ബയോസെൻസർ ഉണ്ട്. നമ്മുടെ അനലൈറ്റ്, അതാണ് നമ്മൾ പൊള്യൂട്ടൻ്റ് എന്ന് പറയുന്നത്. അതിനെ സെൻസ് ചെയ്ത് നമുക്ക് പറയാം ഒരു ബയോ റിസപ്റ്റർ ഉണ്ട്, അത് കഴിഞ്ഞ ശേഷം അത് എന്താണ് എന്ന് നമുക്കത് അറിയാൻ പറ്റും. അത് പല രീതിയിലുണ്ട്. മൈക്രോബിയൽ ബയോസെൻസർ ഉണ്ട്, വോൾ സെൽ ബയോസെൻസർ ഉണ്ട്, എൻസൈം ബേസ്ഡ് ബയോസെൻസർ ഉണ്ട്, ആൻഡ് ഇമ്മ്യൂണോ സെൻസേഴ്സ്. അപ്പോൾ ഓരോരോ സെൻസർ ഏതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ഇനി അടുത്തതാണ് ഫുഡ് മൈക്രോബയോളജി. ഫുഡ് മൈക്രോബയോളജിയിൽ നമുക്കൊരു ചെറിയ ഏരിയ ഉള്ളെങ്കിൽ നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്, എന്നാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ മാർക്ക് മിസ്സാകാനുള്ള ഒരു സാധ്യത ഫുഡ് മൈക്രോബയോളജിയിലുണ്ട്. അപ്പോൾ നമ്മളതിൽ ബേസിക്കായിട്ട് ഫുഡ് ആസ് എ സബ്സ്ട്രേറ്റ് ഫോർ മൈക്രോ ഓർഗാനിസംസ് പഠിക്കണം. പിന്നെ ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ഫുഡ്, ഇത് ഇഷ്ടംപോലെ ഉണ്ട്. ബാക്ടീരിയ, മോൾഡ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ, പിന്നെ ഈ നമ്മുടെ ഫുഡിൽ
എന്തുകൊണ്ടാണ് ഇവർ വളരുന്നത് അല്ലേ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മൈക്രോബിയൽ ഗ്രോത്ത്, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അത് പഠിക്കണം. പിന്നെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക്, പിന്നെ മിൽക്ക് മൈക്രോബയോളജി പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻ മിൽക്ക്, സോഴ്സസ് ഓഫ് മൈക്രോബിയൽ കണ്ടാമിനേഷന് അത് എവിടെയൊക്കെയാണ് ഏതൊക്കെയാണ്, മൈക്രോബയോളജിക്കൽ അനാലിസിസ് ഓഫ് മിൽക്ക്, പിന്നെ ഫുഡ് ഫെർമെൻറ്റേഷൻ, അതിൽ നമുക്ക് ചീസ്, ബ്രെഡ്, യോഗട്ട്, ഇഡ്ലി, ഫെർമെൻറ്റഡ് പിക്കിൾസ് ആൻഡ് ഫെർമെൻറ്റഡ് വെജിറ്റബിൾസ്, ഐസ്ക്രീംസ്, അതെല്ലാം നമ്മൾ പഠിക്കണം. പിന്നെ നമ്മുടെ SCP, പ്രോബയോട്ടിക്, പ്രീബയോട്ടിക്, നമ്മൾ മൈക്രോബയോമിനെയൊക്കെ പറ്റി പഠിക്കണം. പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും മൈക്രോബയോമൊക്കെ ഇവിടെ പഠിക്കണം. പിന്നെ നമ്മുടെ സ്പോയിലേജ്, ഏതൊക്കെ തരത്തിലുള്ള സ്പോയിലേജ് ഉണ്ട്, സ്പോയിലേജ് എന്നുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും ഒരെണ്ണം ഷുവറാണ്. ഓക്കെ, അത് പഠിക്കണം. ഇനി അടുത്തത് എന്താണ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ പഠിക്കണം. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ, ഫുഡ് സാനിറ്റേഷൻ, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ്, അതുപോലെ തന്നെ HACCP, ഇതിൽ നിന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, പിന്നെ പേഴ്സണൽ ഹൈജീൻ. ഇത്രയാണ് മൈക്രോബയോളജിയിൽ നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം ബയോടെക്നോളജിയിൽ എന്തൊക്കെ പഠിക്കണമെന്ന്. ഓക്കെ, അപ്പോൾ മൈക്രോബയോളജിയിൽ നിന്നുള്ള 25 മാർക്ക് നേടാനുള്ള ടോപ്പിക്ക് നിങ്ങൾ ഓൾറെഡി പഠിച്ചു അല്ലേ. ഇനി നമ്മുടെ മൈക്രോബയോളജി ബയോടെക്നോളജിയിലും വരുന്നുണ്ട്, അത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.